ഇതൊരു അത്ഭുത സ്നേഹമാണ്. ആവട്ടെ, നമുക്ക് ക്രൂശിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല, കർത്താവേ, ഇത്ര വലിയ പാപിയായിരിക്കുന്ന എനിക്ക് വേണ്ടി പാപമില്ലാത്ത നീ ഇങ്ങനെ കഷ്ടമേറ്റ് മരിച്ചെങ്കിൽ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നീ ജനിച്ച നാൾ മുതൽ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വന്ന നാൾ മുതൽ ആ യേശുക്രിസ്തു നിന്നെ ശ്രദ്ധിക്കുകയാണ്. എടാ കുഞ്ഞെ, നീ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നൊരു വാക്ക് കേൾക്കാൻ കൊതിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട, ഇന്ന് ആ ദിവസമായിക്കട്ടെ, നമുക്ക് പറയാം, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഏത് ജാതി മതസ്ഥരായാലും ശരി, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവമൊന്നുമല്ല. പ്രിയപ്പെട്ട, എല്ലാവർക്കും ഒരു ദൈവമുള്ളൂ, ഒരു രക്ഷകനേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി അവൻ മരിച്ചിരിക്കാൻ നമുക്ക് അവനോട് പറയാം, യേശുവേ, നീ എനിക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്നില്ലയോ? എനിക്ക് വേണ്ടി നീ കഷ്ടമേറ്റ് മരിച്ചില്ലയോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അയ്യോ, ഇത്രമാത്രം നീ എന്നെ സ്നേഹിച്ചത് ഞാൻ അറിഞ്ഞില്ല കർത്താവേ. അതുകൊണ്ട് നിനക്ക് വിരുദ്ധമായിട്ട് ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ. അവൻ ക്ഷമിക്കും പ്രിയപ്പെട്ടവരെ. അവൻ കരുണയുള്ളവനാ. അവൻ നമ്മുടെ അകൃത്യങ്ങളൊക്കെയും മോചിപ്പിച്ച് തരുന്നവനാണ്. എന്നിട്ട് ഞാൻ പറയാം, കർത്താവേ, ഞാൻ ഇനി നിന്നെ അല്ലാതെ സേവിക്കുകയില്ല. നിന്നെ ഞാൻ അതുപോലെ സ്നേഹിക്കുന്നു. എനിക്ക് നിന്നെ വിട്ട് മറ്റൊരു സ്നേഹത്തിന്റെ ആവശ്യമില്ല. പ്രിയപ്പെട്ട, ഇതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്.